ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ 3 പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. എ പത്മകുമാർ, മുരാരി ബാബു, ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് തള്ളിയത്. ജസ്റ്റിസ് എ ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് വിധി. അഹമ്മദ് മുജ്തബ ബഷീറിന്റെ വിശദാംശങ്ങൾ നൽകാനായി. മുജ്തബ, പോറ്റിക്ക് ജാമ്യം ലഭിച്ചു, പക്ഷേ എ പത്മകുമാർ അടക്കമുള്ളവർ ഇപ്പോഴും അകത്ത് തന്നെയാണ്. മറ്റു വിശദാംശങ്ങൾ എന്താണ്? ആ ഉത്തരവ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ ചില കാര്യങ്ങൾ കോടതി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് പത്മകുമാറിന്റെ കാര്യത്തിലാണ് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. പ്രത്യേകിച്ച് മുൻ MLA ആണ്, മുൻ ബോർഡിന്റെ പ്രസിഡന്റ് ആണ്. അത്തരം ഒരു സാഹചര്യത്തിൽ വലിയ സ്വാധീനമുള്ള ആൾ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ജാമ്യം നൽകുന്നത് അത് കേസിന്റെ അന്വേഷണത്തെ ബാധിക്കുമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ രൂപത്തിലാണ് കോടതി അതിനെ പറയുന്നത്. പ്രത്യേകിച്ച് ഈ സ്വർണം എവിടെയാണ് എന്ന് കോടതി ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. അതിൽ അത് പ്രധാനമാണ്, അത് കണ്ടെത്തേണ്ടത് പ്രധാനമാണ്. ശബരിമലയിൽ നടന്നത് ഇങ്ങനെ ഒരു ആസൂത്രിതമായ ഒരു കൂട്ടക്കവർച്ച പോലെ അയ്യപ്പന്റെ സ്വത്ത് പ്രതികൾ കൂട്ടം ചേർന്ന് കൊള്ളയടിച്ച ഒരു സാഹചര്യത്തിൽ അതിൽ കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന് അന്വേഷിക്കണം. SIT കണ്ടെത്തിയ രേഖകളിൽ നിന്ന് കൂട്ടക്കവർച്ചയുടെ ഒരു സ്വഭാവം പ്രഥമ ദൃഷ്ട്യാ വ്യക്തമാണ്. സിംഗിൾ ബെഞ്ചാണ് ഇപ്പോൾ ജസ്റ്റിസ് എ ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഇത് ഉച്ചയോടുകൂടി ആ വിധി പറയുകയും അതിന്റെ ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വരികയും അതിലെ നിർണായക വിവരങ്ങളാണ് നമ്മളിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. 2 കേസുകളിലായി കവർന്നെടുത്തത് 4147 ഗ്രാം സ്വർണമാണ്. SITക്ക് പക്ഷെ കണ്ടെത്താനായത് 474 ഗ്രാം സ്വർണം മാത്രമാണ്. അപ്പോൾ ബാക്കിയുള്ള സ്വർണം എവിടെ, അത് കണ്ടെത്തേണ്ടത് അത്യാവശ്യമില്ലേ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അങ്ങനെ കണ്ടെത്തണമെങ്കിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന പ്രതികൾക്ക് ജാമ്യം നൽകിയാൽ അത് അന്വേഷണത്തെ തന്നെ, ഈ വീണ്ടെടുക്കൽ പ്രക്രിയയെ തന്നെ കാര്യമായി തന്നെ ബാധിക്കാൻ, അത് ദോഷകരമായി ബാധിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യം പറയുന്നുണ്ട്. ഒപ്പം തന്നെ മുരാരി ബാബുവിന്റെ ഒരു കാര്യത്തിൽ കോടതി ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അത് മുരാരി ബാബുവിന് സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ട്, പക്ഷേ ഈ ഘട്ടത്തിൽ അത് നൽകാനാവില്ല. 90 ദിവസത്തിനകം കുറ്റപത്രം നൽകിയില്ലെങ്കിൽ സ്വാഭാവിക ജാമ്യം ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് നിയമപരമായ ഒരു പരിരക്ഷയാണ്. ഇപ്പോൾ നമുക്കറിയാം, കൊല്ലം കോടതി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം നൽകി. അതുപോലെ 90 ദിവസത്തിനകം കുറ്റപത്രം നൽകിയില്ലെങ്കിൽ മുരാരി ബാബുവിന് സ്വാഭാവിക ജാമ്യം ലഭിക്കാം. പക്ഷേ എന്നാൽ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ജാമ്യം നൽകാനാവില്ല എന്നുകൂടി കോടതി പറയുന്നുണ്ട്. ആ രൂപത്തിൽ ജാമ്യാപേക്ഷകളെ കൂടുതലായി ജാമ്യം നൽകുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തെ, സവിശേഷമായ സാഹചര്യത്തെ കോടതി ചോദ്യം ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ചില വരികൾ കൂടി കോടതി പറയുന്നുണ്ട്. പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്താലും ഈ പാപകർമ്മത്തിന് പ്രതിക്രിയയാകുമോ എന്നതുൾപ്പെടെയുള്ള വരികൾ അത് കൃത്യമായി തന്നെ കോടതി പറയുന്നുണ്ട്. അതായത് ഈ കുറ്റകൃത്യത്തിന് അതിന് പകരം വെക്കാൻ ഏതെങ്കിലും തരത്തിൽ ഒരു തപസ് ചെയ്താൽ പോലും അത് കൃത്യമായി അതിന് പകരമാകില്ല, അതിന് പ്രതിക്രിയയാകില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഒരു മലയാള സിനിമയ്ക്കകത്ത് വന്ന ഒരു ഗാനത്തിന്റെ വരികൾ കൂടി ഉദ്ധരിച്ച ഒരു വരികൾ അത് കോടതി അതിനകത്ത് കൃത്യമായി തന്നെ കോട്ട് ചെയ്യുന്നുണ്ട്. ഹൈക്കോടതിയുടെ ഉത്തരവ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിനെ വെറും ഒരു മോഷണ കേസല്ല, മറിച്ച് അതീവ ഗൗരവമായ ഒരു കുറ്റകൃത്യം എന്നുള്ള നിലയ്ക്കാണ് അഡ്രസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ വരികളിൽ കൃത്യമായി തന്നെ ഈ ഒരു കുറ്റത്തിന് എന്ത് കർമ്മം ചെയ്താലാണ് അതിനൊരു പ്രതിക്രിയയാവുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി പറയുന്നുണ്ട്. മാത്രമല്ല പത്മകുമാർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്, മുൻ MLA ആണ്. അങ്ങനെയുള്ള സ്വാധീനമുള്ള ഒരു വ്യക്തിക്ക് ജാമ്യം നൽകുന്നത് ബാക്കി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടക്കം ജാമ്യം ലഭിക്കുമ്പോഴും പത്മകുമാറിന് ജാമ്യം നൽകുന്നില്ല. അതാണ് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം അദ്ദേഹത്തിനെതിരെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെ പരാമർശങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്? പരാമർശത്തിൽ കൂടുതലായി ചില കാര്യങ്ങളെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചത് സ്വാഭാവിക ജാമ്യമാണ്. അത് 90 ദിവസത്തിനകം കുറ്റപത്രം ലഭ്യമാക്കാത്ത അന്വേഷണ ഉദ്യോഗസ്ഥർക്കുള്ള ഒരു തിരിച്ചടി കൂടിയാണ്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭ്യമാകുമായിരുന്നില്ല. പക്ഷേ അങ്ങനെ അത് 90 ദിവസത്തിനകം കുറ്റപത്രം നൽകാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിക്കുന്നത്. അത് മുരാരി ബാബുവിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ അങ്ങനെ കുറ്റപത്രം നൽകിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവിക ജാമ്യം ലഭിക്കാവുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ കോടതിയിൽ വന്ന് ഈ ഘട്ടത്തിൽ ജാമ്യാപേക്ഷ നൽകുമ്പോൾ അത് പത്മകുമാറിനായാലും ഇവർക്കായാലും ഒക്കെ കുറ്റപത്രം നൽകാനുള്ള ഒരു സമയപരിധിക്ക് മുമ്പ് ജാമ്യം വേണമെന്ന് പറഞ്ഞാൽ അത് കാര്യമായി തന്നെ അന്വേഷണത്തെ ബാധിക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്.